ഹായ് എവരി വൺ. 2-3 ദിവസമായിട്ട് പേപ്പർ വായിക്കുമ്പോൾ ഫ്രണ്ട് പേജിലുള്ള വാർത്തകൾ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. എങ്ങോട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ പോണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമകൾ. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഡ്രഗ്സ്. നമ്മളൊക്കെ കുട്ടിക്കാലമായിരുന്ന സമയത്ത് ഈ ഡ്രഗ്സ് എന്നൊക്കെ സിനിമയിൽ കണ്ട പരിചയം എനിക്കുള്ളൂ അന്നൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാം കുട്ടികൾക്ക് അവൈലബിളാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളെ പേരൻസിന് ടീച്ചേഴ്സിന് പേടിയായിരുന്നു സംസാരിക്കാനും നമ്മളെക്കുറിച്ച് പറയാനും. അവരെ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നതും അവർക്ക് നമ്മളെ പേരൻസിനെ ശരിക്കും പേടിയായിരുന്നു, നമ്മളെ ടീച്ചേഴ്സിനോട്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. അവരെ പേരൻസ് വന്നിട്ട് ചോദ്യം ചെയ്യാൻ നമ്മളോടാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ടീച്ചേഴ്സിനെ കുറിച്ച് കുറ്റം പറയും. ടീച്ചേഴ്സ് നന്നല്ല, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സിനോടുള്ള വാല്യൂം കുറവാണ്. പനിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, കോർപ്പറൽ പനിഷ്മെൻറ്റ് അനുവദിക്കാനുമല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കുട്ടികളിൽ കാണുന്നുമുണ്ട്. 10-15 വയസ്സായ കുട്ടികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ നമ്മുടെ സൊസൈറ്റി അത്രയും അധപ്പതിച്ച ലെവലിലേക്ക് പോകുക എന്ന് തന്നെ പറയണം. ശരിക്കും വളരെ കഷ്ടമുണ്ട് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഞാൻ പറയാം, എല്ലാ അമ്മയും അച്ഛനമാരും കുട്ടികളുടെ മേത്തൊരു കണ്ണുണ്ടാവണം, കൺട്രോൾ ഉണ്ടാവുക തന്നെ വേണം. ആവശ്യത്തിന് ഫ്രീഡമൊക്കെ കൊടുക്കണം, പക്ഷേ അതിനനുസരിച്ച് ആ ഫ്രീഡം കൊടുക്കുകയാണെങ്കിലും കയ്യിൽ കുറച്ച് കൺട്രോൾ എന്തായാലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ.